ഫ്ലാഷ് അടിച്ചപ്പോൾ കുറച്ചുകൂടി കുഞ്ഞുങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. മുകളിൽ കുറച്ച് കരകരാന്ന് കിടക്കുന്നുണ്ട്, അത് കാര്യമൊക്കെ ഉണ്ട്. എന്നാലും കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഹലോ ഫ്രണ്ട്സ്, മൈ ഫിഷ് ടാങ്ക് ക്രിയേഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബെറ്റ ബ്രീഡിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1 പറഞ്ഞു നിർത്തിയത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി മെയിലിനും ഫീമെയിലിനും ഒരുമിച്ചിടുന്നത് വരെയായിരുന്നു. അപ്പോൾ പാർട്ട് 2 പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിലിനും ഫീമെയിലും ഒരുമിച്ചതിന് ശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിനകത്ത് ഇവർ ബ്രീഡായിട്ട് എഗ്ഗ് ലേ ആവും. പിന്നെ എഗ്ഗ് ലേ ആയതിനു ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫീമെയിലിനെ മാറ്റണം. പിന്നെ അതിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷം എഗ്ഗ് ഹാച്ചാവും. അപ്പോൾ ഇന്ന് എഗ്ഗ് ഹാച്ചാവുന്നത് വരെയാണ് ഇന്ന് പറഞ്ഞു നിർത്തുന്നത്. ഇത്രയും പറഞ്ഞു നിർത്തുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് വീഡിയോ ഭയങ്കര വലിയ ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് ഇന്നത്തെ പാർട്ട് 2 ഉൾക്കൊള്ളിക്കുന്നത്. ബാക്കി പാർട്ട് 3 പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട് 2 കടക്കാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പിറ്റേ ദിവസമാണ്. മെയിലിനും ഫീമെയിലും ഒരുമിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് വന്നിരിക്കുന്നത്. ബ്രീഡിങ് നടന്നിട്ടുണ്ട്. ബ്രീഡിങ് നടന്ന് എഗ്ഗ് ലേ ആയിട്ടുണ്ട്. ബബിളിൽ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും തരിതരി പോലെ വെളുത്ത ഹോമിയോ ഗുളിക പോലെ ഇരിക്കുന്ന വെളുത്ത തരിതരി പോലെ ഉള്ള സാധനമാണ് ഈ അതിൻ്റെ എഗ്ഗ്. നമുക്ക് ഇതിനെ ഫീമെയിലിനെ ഇവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ മെയിൽ കൊത്തി പരിക്കേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ബ്രീഡിങ് കഴിഞ്ഞ ഫീമെയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇടുന്ന ഡബ്ബയിൽ, ഫീമെയിൽ ഇടുന്ന ഡബ്ബയിൽ നമുക്ക് ബദാം ലീഫിൻ്റെ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ ബദാം ലീഫോ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൽ ടാനിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടും. പിന്നെ ഇതിൻ്റെ ഇഞ്ചുറിയൊക്കെ പെട്ടെന്ന് ഹീലാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. മാറ്റുന്ന ഫീമെയിലിൻ്റെ ഡബ്ബയിലേക്ക് ഈ ബദാം ലീഫോ എക്സ്ട്രാക്റ്റോ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്ക് പിറ്റേ ദിവസത്തെ പരിപാടി ഒന്ന് നോക്കാം. പിറ്റേ ദിവസത്തെ കലാപരിപാടി എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ എഗ്ഗ് ലേ ആയതിനു ശേഷം 2ാമത്തെ ദിവസം കാലത്താണ് വന്നിരിക്കുന്നത്. അതായത് ഫീമെയിലിനെ ഇന്നലെയാണ് മാറ്റിയത്. ഫീമെയിലിനെ മാറ്റിയിട്ട് ഫസ്റ്റത്തെ ദിവസം. ഇതിപ്പോൾ കുറേ ബബിളൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. എഗ്ഗ് അവിടെ ഇവിടെയൊക്കെ ചെതറി കിടക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, പുള്ളിക്കാരൻ അത് മെയിൽ ഇതെല്ലാം ക്ലിയർ ആക്കി എടുത്തു വെച്ചോളും. പുള്ളി അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാം. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ എഗ്ഗെല്ലാം പുള്ളി ബബിൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എടുത്ത് വെച്ചോളും. ഇതിപ്പോൾ 2ാമത്തെ ദിവസം കാലത്താണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എഗ്ഗ് വിരിയാനായിട്ട് 48 മണിക്കൂറാണ് വേണ്ടത്. അതായത് 2 ദിവസമാണ് വേണ്ടത്. ഇതിപ്പോൾ 48 മണിക്കൂറായിട്ടുണ്ടാവത്തില്ല. ഇപ്പോൾ 2ാമത്തെ ദിവസം കാലത്താണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഈ ദിവസത്തെ 2ാമത്തെ ദിവസം വൈകുന്നേരം വന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് എഗ്ഗിൽ വല്ല മാറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാലത്ത് വീഡിയോ ഇത്രേ ഉള്ളൂ കാണാനായിട്ട്. നമുക്ക് വൈകുന്നേരം വന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് 2ാമത്തെ ദിവസം വൈകുന്നേരമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ബബിളെല്ലാം ഫുള്ള് ഫില്ലായിട്ടുണ്ട്. ബബിളിൽ കറക്റ്റ് എല്ലാം മുട്ടയെല്ലാം ബബിളിലുണ്ട്. ചില സ്ഥലങ്ങളിലും എഗ്ഗിന് അവിടെ ഇവിടെയൊക്കെ അനക്കങ്ങളെ കാണുന്നുണ്ട്. ഇത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, അവിടെ ചെറിയ അനക്കം കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും 1-2 സ്ഥലങ്ങളിൽ അനക്കങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ എഗ്ഗെല്ലാം ഹാച്ചാവുന്നതാണ്. എന്തായാലും 48 മണിക്കൂറാണ് എഗ്ഗ് ഹാച്ചാൻ വേണ്ടി എടുക്കുക. ഇപ്പോൾ ഏകദേശം 48 മണിക്കൂർ ആവാറായി. പക്ഷേ എഗ്ഗ് എല്ലാം ഒന്നും ഹാച്ചായിട്ടില്ല. എഗ്ഗ് ഹാച്ചായി വരുന്നുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് അധികം ഡിസ്റ്റർബൻസ് ചെയ്യേണ്ട, ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ചില അനക്കങ്ങളെ കാണാം. അത് എഗ്ഗ് ഹാച്ചാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നാളെ കാലത്ത് വന്ന് നോക്കാം എഗ്ഗ് ഹാച്ചായിട്ടുണ്ടോ കുഞ്ഞുങ്ങളായിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 3ാമത്തെ ദിവസം, അതായത് എഗ്ഗ് ലേ ആയതിനു ശേഷം 3ാമത്തെ ദിവസം കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ക്യാമറ ക്ലിയർ ആയിട്ട് കാണത്തില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു തരാം. ഞാൻ ഫ്ലാഷ് അടിച്ച് നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് കാണും. ഇപ്പോൾ ഫ്ലാഷ് അടിച്ചപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട്. മുകളിൽ കുറച്ച് കരകരാന്ന് പൊടികളൊക്കെ കിടക്കുന്നുണ്ട്, കാര്യമൊക്കെ ഉണ്ട്. എന്നാലും കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്. കുറേ കുഞ്ഞുങ്ങൾ ബബിളുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഒറ്റ കുഞ്ഞുങ്ങളൊന്നും നീന്തുന്നില്ല. ഇത് എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റാച്ചു പോലെ നിൽക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഇനി ഈ മെയിലെടുത്തിട്ട് നമ്മുടെ ഈ ബബിളിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കും. ഈ മെയിലിനെ ഇപ്പോൾ മാറ്റാൻ പാടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റാൻ പാടുള്ളൂ. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് എന്താ പറയുക, ശരിക്കും നീന്താൻ തുടങ്ങുമ്പോഴാണ് മെയിലിനെ മാറ്റാൻ പാടുള്ളൂ. മെയിലിനെ ഇപ്പോൾ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല.
പക്ഷെ മാറ്റുന്നതാണ് നല്ലത്. പിന്നെ ചില മെയിലുകളുണ്ട് കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ തന്നെ അതിനെ തിന്നുകളയാൻ സാധ്യതയുണ്ട്. പിന്നെ അതോ 100-ൽ 1-2 മെയിലുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിലുകൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ബബിളിലേക്ക് വെക്കുന്നത് വായ കൊണ്ട് എടുത്തിട്ടാണ് ഇതിനെ ബബിളിലേക്ക് വെക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും പെട്ടെന്ന് എൻ്റെ പൊന്നെ ഇത് കുഞ്ഞുങ്ങളെ തിന്നാണെന്ന് വിചാരിക്കും. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ട് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക, നമ്മൾ കുറച്ചൊന്ന് അതിനെ വാച്ച് ചെയ്യുക. അതെന്താ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെടുത്തിട്ട് ബബിളിലേക്കാണ് വെക്കുന്നത് അതല്ലെങ്കിൽ തിന്നാണോ, അതൊന്ന് കറക്റ്റ് ക്ലോസ്ലി വാച്ച് ചെയ്യുക. എന്നിട്ട് മാത്രമാണ് അതിനെ ഈ കുഞ്ഞുങ്ങൾ നീന്തി തുടങ്ങുന്നതിന് മുമ്പേ മെയിലിനെ മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലിയറായിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാ മെയിലുകളും ചെയ്യുമൊന്നുമില്ല. 1-2 എന്താ പറയുക, വിരലെണ്ണാവുന്ന, അത് 100-ൽ ഒരു 1-2 മെയിലുകൾ മാത്രമാണ് അങ്ങനെ കുഞ്ഞുങ്ങളെ തിന്നുന്ന മെയിലുകളുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക്, അതായത് 3-4 ദിവസത്തേക്ക് ഇതിന് ഫുഡൊന്നും കൊടുക്കണം. ഇതിൻ്റെ എഗ്ഗിൻ്റെ യോക്കിൽ തന്നെ നിങ്ങൾക്ക് ഫുഡുണ്ട്. ഇനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോസോറിയ പോലുള്ള ലൈഫ് ഫുഡ് കൊടുക്കാം. ഇൻഫോസോറിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഭയങ്കര ചെറിയ എന്താ പറയുക, വളരെ ചെറിയ ലൈഫ് ഫുഡാണ്. സോ നമുക്ക് ഈ കാലയളവിൽ 1-2-3-4 ദിവസങ്ങൾ വരെ ഇൻഫോസോറിയ ഫീഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പാർട്ട് 2-ൽ നമ്മൾ പറയുന്നത്. നമുക്ക് ബാക്കി പാർട്ട് 3-ൽ വിവരിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 അപ്പോൾ നമ്മൾ പാർട്ട് 1-ഉം പാർട്ട് 2-ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്ലേലിസ്റ്റിൽ മാത്രം ആക്കിയിട്ടേക്കാം. അപ്പോൾ പെറ്റ് ബ്രീഡിങ്ങിൻ്റെ ഫുള്ള് സീക്വൻസ് അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാർട്ട് 3 കമ്മിങ് സൂണാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.